എക്സലിലെ പൈത്തൺ ഇന്റർഫേസ് ഉപയോഗിച്ച് സംഖ്യകളെ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന സംഖ്യകളെ നമുക്ക് ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റണം. എക്സലിൽ ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. പൈത്തൺ ഉപയോഗിച്ചുള്ള മെത്തേഡാണ് ഞാനിവിടെ ഉപയോഗിക്കുക. മൈക്രോസോഫ്റ്റ് 365ന്റെ ഭാഗമായിട്ടുള്ള എക്സലിലാണ് പൈത്തൺ ഇന്റർഫേസ് ഉള്ളത്. ഫോർമുലാസ് ടാബിൽ പോവുക. നിങ്ങളുടെ എക്സലിൽ പൈത്തൺ ഉണ്ടെങ്കിൽ അവിടെ പൈത്തൺ എന്നൊരു ഗ്രൂപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസും കാണാൻ സാധിക്കും. ഇനി ഈ സംഖ്യകളെ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാനായിട്ട് നമ്പേഴ്സിനെ ഇംഗ്ലീഷ് വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പൈത്തൺ കോഡാണിത്. ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എക്സലിൽ വരിക, ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ PY എന്ന് ടൈപ്പ് ചെയ്യുക, ടാബ് കീ പ്രസ് ചെയ്യുക. എക്സലിലെ പൈത്തൺ കോഡ് എഡിറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പൈത്തൺ കോഡിൽ A1 എന്ന സെൽ അഡ്രസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളുടെ എമൗണ്ട് ഏത് സെല്ലിലാണോ ഉള്ളത് ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ എമൗണ്ട് ഉള്ളത് B3 എന്ന സെല്ലിലാണ്. B3. ഈ കോഡ് കൺഫേം ചെയ്യാനായിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. അതായത് കീബോർഡിലെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. കൺട്രോൾ എൻ്റർ. ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എക്സൽ വാല്യൂ. ഈ സംഖ്യയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കിട്ടി. 456. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. 34.75. ഈ സംഖ്യ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഇനി എമൗണ്ട്സ് ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റുമ്പോൾ റുപ്പീസ് ആൻഡ് പൈസ എന്നുകൂടെ കിട്ടണമെങ്കിൽ അതിന് മറ്റൊരു പൈത്തൺ കോഡാണ് ഉപയോഗിക്കുക. ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഈക്വൽ PY, ടാബ്, കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സെൽ റെഫറൻസ് ചേഞ്ച് ചെയ്യുന്നു. കൺട്രോൾ എൻ്റർ. ₹34.75 only. 1,23,456 rupees only. ഇനി നിങ്ങളുടെ എക്സലിൽ പൈത്തൺ ഇന്റർഫേസ് ഇല്ല എന്നുണ്ടെങ്കിൽ VB ഉപയോഗിച്ചിട്ടും എമൗണ്ട്സിനെ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെയെന്ന് നോക്കാം. ഈ കാണുന്ന സംഖ്യകളെ VB ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാനായിട്ട് നമ്പേഴ്സ് ഇംഗ്ലീഷ് വേർഡ്സ് ആക്കി മാറ്റുന്ന VBA കോഡാണിത്. ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ A, കൺട്രോൾ C, എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ പോവുക. വിഷ്വൽ ബേസിക്. എക്സലിൻ്റെ VB എഡിറ്റർ ഓപ്പൺ ചെയ്യപ്പെട്ടു. പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്, മോഡ്യൂൾ, കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ V. സംഖ്യകളെ ഇംഗ്ലീഷ് വേർഡ്സിലേക്ക് മാറ്റുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണിത്. ഇൻവേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സിനോടൊപ്പം റുപ്പീസ് ആൻഡ് പൈസ കൂടെ കിട്ടുന്ന മറ്റൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കൂടി ഇവിടെയുണ്ട്. ഇൻ റുപ്പീസ്. VB എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു. ഈക്വൽ ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ഇവിടെ കാണാം. ഇൻ റുപ്പീസ്, ഇൻവേർഡ്സ്. ഇൻവേർഡ്സ് സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക. എൻ്റർ. 456. ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക. ഇനി ഈ ഔട്ട്പുട്ടിന് പകരം ഇന്ത്യൻ സ്റ്റൈലാണ് വേണ്ടെങ്കിൽ ഈ ഫോർമുല ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ ഇൻ റുപ്പീസ്. എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ₹2 crore only. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒരു സാധാരണ എക്സൽ ഫയലിന്, അതായത് .xlsx ഫോർമാറ്റിന് VBA കോഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല.
സോ ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് അടുത്ത തവണ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫോമുലകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫയലിനെ ഒരു മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായിട്ട് സേവ് ചെയ്യണം. അതായത് .xlsm ഫോമാറ്റിൽ സേവ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫയൽ, സേവ് ആസ്, ബ്രൗസ്, സേവ് ആസ് ടൈപ്പ്, എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക്. വേണമെങ്കിൽ ഫയലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സേവ്. നോക്കുക, ഈ കാണുന്ന ഒരു മാക്രോ എനേബിൾഡ് എക്സൽ ഫയലാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ച പൈത്തൺ കോഡും VBA കോഡും എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യാവുന്നതാണ്. ആ വെബ് പേജിൻ്റെ ലിങ്ക് ഇവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ റിപ്പോർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.